Hello students, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് പ്രോബ്ലം നോക്കാം. Let f of x equal to 2 sin x plus sin 2x. ഒപ്റ്റിമൈസേഷൻ പ്രോബ്ലം എന്ന് പറയുമ്പോൾ ഈ ആബ്സല്യൂട്ട് മാക്സിമം ആബ്സല്യൂട്ട് മിനിമം കണ്ടുപിടിക്കുന്ന പ്രോബ്ലം തന്നെയാണ് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ പിന്നെ അത് പറയാതിരുന്നത്. Let f of x equal to 2 sin x plus sin 2x. Use a graph utility to plot the graph of f using the viewing window closed interval 0, 3 pi by 2 in cross minus 3, 3. Find the approximate absolute minimum values of f on the interval closed interval 0, 5. Also, obtain the exact absolute maximum and absolute minimum values of f analytically. പറഞ്ഞിട്ടുണ്ട്. അതായത് ഗ്രാഫ് പ്ലോട്ട് ചെയ്ത് ആബ്സല്യൂട്ട് മാക്സിമം ആബ്സല്യൂട്ട് മിനിമം കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അതല്ലാതെ നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ ഇപ്പോൾ തൊട്ട് മുമ്പൊക്കെ ചെയ്ത പോലെ ആബ്സല്യൂട്ട് മാക്സിമം ആബ്സല്യൂട്ട് മിനിമം കണ്ടുപിടിക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് 0 to 3 by ഏതാ ഇന്റർവെല്ലിൽ ഏത് ഇന്റർവെല്ലിലെ ഗ്രാഫ് വരയ്ക്കാൻ പറഞ്ഞേക്കണേ. ഫസ്റ്റ് പറയുന്നത് എക്സും രണ്ടാമത് പറയുന്നത് വൈയു ആണ് കേട്ടോ. അപ്പോൾ 0 to 3 pi by 2 വരെയാണ് എക്സ് ആക്സിസിൽ വേണ്ടത്. അപ്പോൾ 0 to 3 pi by 2 വരെ മാർക്ക് ചെയ്തിട്ടുണ്ട്. -3 to 3 ആണ് വൈ ആക്സിസിൽ വേണ്ടത്. അപ്പോൾ -3 to 3 ഇതിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. ശരിക്കും ഒരു ഗ്രാഫ് പേപ്പറൊക്കെ എടുത്ത് ചെയ്താലാണ് ആ കറക്റ്റ് മെഷർമെന്റ് കിട്ടുള്ളൂ കേട്ടോ. ഈ വാല്യൂ ഗ്രാഫ് നോക്കി കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ ഗ്രാഫ് പേപ്പറിലൊക്കെ ചെയ്താലേ പറ്റുള്ളൂ. നിങ്ങൾ വേണമെങ്കിൽ ജസ്റ്റ് ഗ്രാഫ് പേപ്പർ പോലെ നമ്മുടെ നോട്ട്ബുക്കിൽ തന്നെ സ്കെയിൽ വെച്ച് 1 സെന്റിമീറ്റർ മാർക്ക് ചെയ്തിട്ട് കറക്റ്റായിട്ട് മെഷർമെന്റ് എടുത്തിട്ട് ചെയ്തോളൂ. അപ്പോൾ ഇത് കിട്ടും. എന്നിട്ട് അതിൻ്റെ വാല്യൂസ് കൊടുക്കുക. നിങ്ങൾക്കറിയാലോ ഫംഗ്ഷൻ വാല്യൂ തന്നിട്ടുണ്ട്. കാൽക്കുലേറ്ററിൽ ഡിഫറെൻറ്റ് വാല്യൂസ് 0 മുതൽ 3 pi by 2 വരെയുള്ള പോയിന്റ്സ് എടുത്തിട്ട് ഒരു 6-7 വാല്യൂസ് കൊടുക്കുക. 0ക്കും 1നും 0ക്കും പൈ ബൈ 2നും ഇടയിൽ കുറച്ച് വാല്യൂസ് കൊടുക്കുക. പൈ ബൈ 2നും പൈക്കും ഇടയിൽ കുറച്ച് വാല്യൂസ് കൊടുക്കുക. പൈക്കും 3 pi by 2നും ഇടയിലുള്ള കുറച്ച് വാല്യൂസ് കൊടുക്കുക. 3 വീതം കൊടുത്തോ. അപ്പോൾ 9 വാല്യൂസ് കൊടുക്കുമ്പോൾ ഈ ഷേപ്പിൽ നമുക്ക് ഗ്രാഫ് കിട്ടും. ഓക്കെ. അപ്പോൾ ഇതിലെ മിനിമം വരുന്നത് എവിടെയാണ്, മാക്സിമം വരുന്നത് എവിടെയാണ് എന്നുള്ളത് ഈ പോയിന്റ്സ് നിങ്ങൾ നേരെ നോക്കിയിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. അതാണ് നമ്മുടെ ഒരു രീതി. അപ്പോൾ ഫ്രം ദ ഗ്രാഫ് we see that the absolute maximum value of f approximately equal to 2.6. ഈ വാല്യൂ വരുന്നത് ഏകദേശം 2.6 നേരെയായിരിക്കും. ഇവിടെ അല്ലേ പിക്ചർ നോക്കുമ്പോൾ ഇവിടെ അല്ലേ മാക്സിമം വരുന്നത്, ആബ്സല്യൂട്ട് മാക്സിമം വരുന്നത്. ഇവിടെയാണ് മിനിമം വരുന്നത് അല്ലേ. ഈ മിനിമം ഏകദേശം -2 എന്നാണ് ഇവർ പറയുന്നത്. അത് നിങ്ങൾ ഗ്രാഫ് പേപ്പർ വെച്ച് നോക്കുമ്പോൾ ഈ പോയിന്റ് നിങ്ങൾക്ക് -2 നേരെയായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ അതാണ് ഒരു രീതി. അത് എക്സാമിന് അങ്ങനെ ആ ഒരു മെത്തേഡ് ചോദിക്കാറൊന്നുമില്ല. ജസ്റ്റ് എന്നാലൊന്ന് ചെയ്തു വെച്ചു, എളുപ്പമല്ലേ. ഓക്കെ. അടുത്തത് ദ ഫംഗ്ഷൻ എഫ് ഈസ് കണ്ടിന്യൂസ് എവ്രിവെയർ. അപ്പോൾ ഈ ഫംഗ്ഷൻ്റെ വാല്യൂസ് ഒക്കെ നിങ്ങൾ കണ്ടുപിടിക്കുമ്പോൾ കാൽക്കുലേറ്റർ യൂസ് ചെയ്ത് കണ്ടുപിടിച്ചാൽ മതി കേട്ടോ. അപ്പോൾ കൃത്യമായിട്ട് അത് കിട്ടും, ഗ്രാഫ് കിട്ടും. അടുത്തത് നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ ക്രിട്ടിക്കൽ പോയിന്റ് ഒക്കെ കണ്ടുപിടിച്ച് ക്രിട്ടിക്കൽ പോയിന്റിലും എൻഡ് പോയിന്റിലും വാല്യൂ കണക്കാക്കുന്നത്. അതാണ് രണ്ടാമത് പറഞ്ഞിരിക്കുന്ന രീതി. ഫംഗ്ഷൻ എഫ് ഈസ് കണ്ടിന്യൂസ് എവരിവെയർ ആൻഡ് ഇൻ പെർട്ടിക്കുലർ ഓൺ ദ ഇന്റർവെൽ ക്ലോസ്ഡ് ഇന്റർവെൽ 0, 3 pi by 2. ഈ ഇന്റർവെല്ലാണ് അപ്പോൾ നമുക്ക് ഫൈൻഡ് ചെയ്യേണ്ടത്. അപ്പോൾ ആദ്യം f ഡാഷ് ഓഫ് എക്സ് കണ്ടുപിടിച്ചു. ഡാഷ് ഓഫ് എക്സ് കണ്ടുപിടിക്കുന്നത് ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നില്ല, നിങ്ങൾക്ക് അറിയാം. ഡെറിവേറ്റീവ് കണ്ടുപിടിക്കാൻ നിങ്ങൾക്ക് അറിയാം. അപ്പോൾ അതനുസരിച്ച് ചെയ്തു. ഈക്വൽ ടു 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഈക്വൽ ടു 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഈ 2നെ അങ്ങോട്ട് എടുത്താൽ അത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 0 ആവും. അപ്പോൾ ആ ബ്രാക്കറ്റിലുള്ള ടേംസ് മാത്രം ഈക്വൽ ടു 0 എന്ന് എഴുതിയിട്ടുള്ളൂ. എന്നിട്ട് അത് കോസ് എക്സിലുള്ള ഒരു ക്വാഡ്രാറ്റിക് പോളിനോമിയലാണ് അല്ലേ. കോസ് എക്സിലുള്ള ഒരു ക്വാഡ്രാറ്റിക് പോളിനോമിയൽ ആയതുകൊണ്ട് അതിനെ ഫാക്ടറൈസേഷൻ ചെയ്ത് ഇങ്ങനെ 2 ടേംസിൻ്റെ പ്രൊഡക്റ്റ് ആക്കി എഴുതി എളുപ്പത്തിൽ പോയിന്റ്സ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ നമുക്കിത് സോൾവ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടാവും. അപ്പോൾ ഫാക്ടറൈസേഷൻ ചെയ്തിട്ട് ഈ ഒരു ഫോമിലാക്കി എഴുതി. അപ്പോൾ ഇത് മൾട്ടിപ്ലൈ ചെയ്താൽ ഇത് കിട്ടും നമുക്ക്. ഞാൻ പറഞ്ഞല്ലോ ഈ 2 അപ്പുറത്തേക്ക് കൊണ്ടുപോകും. ഇപ്പുറത്ത് 0 ആണല്ലോ. അപ്പോൾ അത് മൾട്ടിപ്ലൈ ചെയ്ത് അത് 0 ആയിട്ട് പൊക്കോളും. ബാക്കിയുള്ളതിനെ ഈ രീതിയിൽ എഴുതി. അപ്പോൾ അതിൽ നിന്ന് ഓരോ ബ്രാക്കറ്റിനും ഈക്വൽ ടു 0 എന്ന് കൊടുത്താൽ കോസ് എക്സ് ഈക്വൽ ടു -1 അല്ലെങ്കിൽ കോസ് എക്സ് ഈക്വൽ ടു 1/2 എന്ന് കിട്ടും. അപ്പോൾ ഒന്നിൽ നിന്ന് എക്സ് ഈക്വൽ ടു പൈ ബൈ 3 എന്നും ഒന്നിൽ നിന്ന് എക്സ് ഈക്വൽ ടു പൈ എന്നുള്ളതും കിട്ടും. അപ്പോൾ എക്സ് ഈക്വൽ ടു പൈ ബൈ 3 എക്സ് ഈക്വൽ ടു പൈ ആണ് ക്രിട്ടിക്കൽ പോയിന്റ് ആയിട്ട് തന്നെ. പിന്നെ ഇത് അൺഡിഫൈൻഡ് ആകുന്ന പോയിന്റ്സ് ഒന്നും വരണില്ല. ഓക്കെ. അപ്പോൾ എൻഡ് പോയിന്റിലും ഈ 2 വാല്യൂസിലും നമുക്ക് എന്ത് ചെക്ക് ചെയ്യണം, മാക്സിമം മിനിമം വാല്യൂസ് ചെക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ ഒരു ടേബിൾ പോലെ എഴുതിയിട്ട് വാല്യൂസ് ചെക്ക് ചെയ്തിട്ടുണ്ട്. 0, പൈ ബൈ 3, പൈ, 3 pi by 2 ആ ഇൻക്രീസിങ് ഓർഡറിൽ എഴുതിയിട്ട് ചെയ്തു. റെസ്പോണ്ടിങ് എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂസ് കാൽക്കുലേറ്റർ നോക്കിയിട്ട് കണ്ടുപിടിക്കുക. ഫംഗ്ഷൻ നിങ്ങളുടെ കയ്യിലുണ്ടല്ലോ. ഓക്കെ. എന്നിട്ട് ഇതിൽ ഏതാണ് ഏറ്റവും മാക്സിമം ഏതാണ് ഏറ്റവും മിനിമം എന്ന് നോക്കുക. 3√3/2 ആണ് ഏറ്റവും മാക്സിമം വരിക. കാൽക്കുലേറ്റർ അതിൻ്റെ വാല്യൂ നോക്കാൻ അറിയാം. നമ്മൾ ഫിഗറിൽ നിന്ന് കണ്ട പോലെ അത് 2.6 സംതിങ് വരും. അതുപോലെ ആബ്സല്യൂട്ട് മിനിമം നോക്കുമ്പോൾ -2 ആണ് ഏറ്റവും ചെറുത് നിൽക്കുന്നത്. അപ്പോൾ -2 ആണ് ആബ്സല്യൂട്ട് മിനിമം വരിക.
ഓക്കെ, അത്രേ ഉള്ളൂ പ്രോബ്ലം. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി എല്ലാ ചാപ്റ്ററിലും പറയുന്ന പോലെ ഇതിലും എക്സസൈസിൽ ഒരുപാട് പ്രോബ്ലംസ് ഉണ്ട്. അപ്പം ഞാൻ വീണ്ടും പറയുന്നു, ഇപ്പം നിങ്ങൾക്ക് സമയമുണ്ട്. ഓരോ പ്രോബ്ലംസ് ആയിട്ട് എടുത്ത് എല്ലാം ഒന്നും ചെയ്ത് നോക്കിയില്ലെങ്കിലും ഓരോ സെറ്റിൽ നിന്നും ഒരു 2 3 വീതം ചെയ്ത് നോക്കി പോവാട്ടോ. അപ്പോൾ അതിന് പ്രത്യേകം പറയേണ്ട കാര്യമില്ല. ഇതിൽ ആൻസറുകളും ഞാനിവിടെ ഇട്ടിട്ടുണ്ട്, കുറച്ചെണ്ണത്തിൻ്റെ ഉള്ളൂ. ചിലപ്പോൾ ഇതിൽ കറക്ഷൻസൊക്കെ ഉണ്ടാവാം. ഏതെങ്കിലും ചെയ്ത് നോക്കിയിട്ട് ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി. എല്ലാ സെക്ഷനിൽ നിന്നും 2 3 വെച്ച് ചെയ്ത് നോക്കുക കേട്ടോ. വെറുതെ ഈ നോട്ടിലുള്ളത് മാത്രം പഠിച്ച് എക്സാമിന് പോയിട്ടുണ്ടെങ്കിൽ നമുക്കത് ബുദ്ധിമുട്ടാവും. കുറച്ച് നമ്മൾ തന്നെ നോട്ടിലുള്ളത് പഠിച്ച ശേഷം ആ ചാപ്റ്റർ കംപ്ലീറ്റ് പഠിച്ചു കഴിയുമ്പോൾ അതിൻ്റെ എക്സസൈസ് ചെയ്യുന്ന എല്ലാ ചാപ്റ്ററിൻ്റെയും, ഇതിൻ്റെന്ന് മാത്രമല്ല, ഞാൻ എല്ലാ ചാപ്റ്ററിൻ്റെയും കൂടെ അതിൻ്റെ എക്സസൈസുകളും കൂടി ഇടുന്നുണ്ട്. ഇനി ഏതെങ്കിലും ഇടാത്തതുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ മതി. എക്സസൈസ് ടെക്സ്റ്റ് ബുക്ക് ഇല്ലാത്തവർക്ക് എക്സസൈസ് ക്വസ്റ്റ്യൻസ് ഫോട്ടോ എടുത്ത് ഇട്ട് തരാം, നോട്ടിലിട്ട് തരാം. അപ്പോൾ അതാത് ചാപ്റ്റർ പഠിച്ചു കഴിയുമ്പോൾ ഓരോ സെക്ഷൻ എക്സസൈസും എടുത്തിട്ട് അതിൽ നിന്നും 2 3 വീതം ചെയ്ത് നോക്കിയിട്ട് പോകണം. അല്ല എങ്കിൽ എക്സാമിൻ്റെ സമയത്ത് നമുക്ക് പലതും കിട്ടാതെ വരും. കാരണം എക്സസൈസിൽ നിന്നൊക്കെ നന്നായിട്ട് പ്രോബ്ലംസ് ചോദിക്കാറുണ്ട് എക്സാമിന്. ഓക്കെ, അപ്പോൾ പഠിച്ച ശേഷം എക്സസൈസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. എക്സസൈസ് ചെയ്ത ശേഷം എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നോട് ചോദിച്ചാൽ മതി, പറഞ്ഞു തരാം. ഓക്കെ.